പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രേഷ്ഠ സ്പിരിച്വൽ സെൻ്ററിന് വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലായിട്ട് സൈക്കോളജിയിലൂടെ അഥവാ മനഃശാസ്ത്രത്തിലൂടെ ഒരു യാത്ര നടത്തുകയാണല്ലോ. മനഃശാസ്ത്രത്തെക്കുറിച്ച്, മനസ്സിൻ്റെ പെരുമാറ്റത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ആഴത്തിൽ മനസ്സിലാക്കി നമ്മെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും എന്നുള്ള വലിയൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ മനഃശാസ്ത്രത്തിനൊരു ആമുഖം പറഞ്ഞു, വ്യക്തിത്വം പറഞ്ഞു, വ്യക്തിത്വ വൈകല്യങ്ങൾ പറഞ്ഞു. ഒരാളുടെ പെരുമാറ്റവും ചിന്തകളും വികാരങ്ങളും സ്ഥായിയായിട്ട് നിൽക്കുമ്പോഴാണ് അവൻ്റെ വ്യക്തിത്വം എന്ന് പറയുക. എന്നാൽ ചിന്തയ്ക്കും പെരുമാറ്റത്തിനും വികാരങ്ങൾക്കൊപ്പം എപ്പോഴും ഏറ്റക്കുറച്ചിലും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വ്യക്തിത്വ വൈകല്യങ്ങൾ എന്ന് പറഞ്ഞു. വ്യക്തിത്വ വൈകല്യങ്ങൾ 3 ഗ്രൂപ്പിലായിട്ട് 10 തരമുണ്ട്, 10 തരക്കാരുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം 6 ക്ലാസ്സുകൾ നമ്മൾ എടുത്തു. അപ്പോൾ ഈ 6 ക്ലാസ്സുകളും സൗകര്യം പോലെയൊക്കെ എല്ലാവരും പോയി കാണണം, കേൾക്കണം. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയാണല്ലോ തുടർന്നു വരുന്നത്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ ഒന്നാമത്തെ തരക്കാരെ കുറിച്ച്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, അത് അല്ലെങ്കിൽ വികാരങ്ങളിൽ ഉള്ള അസ്ഥിരത. നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ, വൈകല്യങ്ങളുടെ, വ്യക്തിത്വ വൈകല്യങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് വികാരങ്ങളിലുള്ള അസ്ഥിരത, നാടകീയത ഉണ്ടാവും അവരുടെ പെരുമാറ്റങ്ങൾക്ക്, പിന്നെ എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ, ആകർഷണം പിടിച്ചു പറ്റുക എന്നുള്ളത് അവരുടെ വലിയൊരു കാര്യമാണ്, നാടകീയത. അതുപോലെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം, എല്ലാവരും തന്നെ കണക്കാക്കണം എന്നുള്ള ചിന്താഗതി, പിന്നെ വികാരങ്ങളിലുള്ള അസ്ഥിരത. അപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന ഒന്നാമത്തെ തരക്കാര്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വികാരത്തിലുള്ള അസ്ഥിരത എന്ന വൈകല്യമുള്ളവരുടെ ഒന്നാമത്തെ പ്രത്യേകത അതുതന്നെയാണ്. വികാരങ്ങളിലുള്ള അസ്ഥിരത, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള അസ്ഥിരത, അതുപോലെ തന്നെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം. എന്തു കാര്യത്തിലും പെട്ടെന്ന് എടുത്തു ചാടുക മാത്രമല്ല, കാര്യമായിട്ടൊന്നും ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ട് തന്നെ അപകടത്തിലൊക്കെ ഇവർ ചെന്ന് ചാടുന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. 2 സംഭവങ്ങൾ ഞാൻ പറയാം. എൻ്റെ പഠന സൗകര്യാർത്ഥം ഞാനൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കുറച്ച് നാൾ ആയിരുന്നിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ എൻ്റെ മാസ്റ്റർ ഡിഗ്രി എടുക്കുകയായിരുന്നു സൈക്കോളജിയിൽ. അപ്പോൾ എനിക്കും കുറേ അവസരങ്ങൾ അവർ തരുമായിരുന്നു. അപ്പോൾ 2 കുട്ടികളെയാണ്, അതിന് 18-നും 20-നും വയസ്സുള്ള 2 കുട്ടികളെയാണ് ഞാൻ ആ ദിവസങ്ങളിൽ അവിടെ കണ്ടത് പ്രത്യേകമായിട്ട്. അതിലൊരു മകനെ ഞാൻ മുമ്പ് ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കൈയും കാലും കെട്ടിയൊക്കെയാണ് കൊണ്ടുവന്നേ. ഞാൻ കണ്ടതല്ല, അവൻ തന്നെ പറഞ്ഞതാണ്. അവൻ്റെ മനസ്സിൽ അത് ഇന്നും ഒരു വേദനയാണ്. എന്നെ കൈയും കാലും കെട്ടി കൊണ്ടുവന്നേ. കൈയും കാലും കെട്ടഴിച്ച വശം ഇവൻ ഓടിക്കളഞ്ഞ് ഇവൻ ചെന്ന് ഒരു ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞ്, ചേട്ടാ എന്നെ രക്ഷിക്കണം, എൻ്റെ മാതാപിതാക്കൾ കൈയും കാലും കെട്ടിക്കൊണ്ടാണ് എന്നോട് കൊണ്ടുവന്നേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ്, ഞാൻ നിന്നെ രക്ഷിക്കാനല്ല, നീ ഓട്ടോറിക്ഷ കയറാൻ പറഞ്ഞു. എന്നിട്ട് പ്രസ്തുത ചേട്ടൻ വീണ്ടും ഓട്ടോറിക്ഷ ഓടിച്ചു കൊണ്ടുവന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലാണ്. അങ്ങനെ ഇവൻ അകത്തായി. അപ്പോൾ ഇവൻ്റെ ജീവചരിത്രമൊക്കെ ഇവൻ എന്നോട് പറയുകയായിരുന്നു. അപ്പോൾ മാതാപിതാക്കളുടെ സംഭാഷണങ്ങൾ നമ്മൾ ആദ്യം കേൾക്കും. ഇവനെക്കുറിച്ച് എന്താണ് മാതാപിതാക്കൾക്ക് പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ വരില്ല, രാത്രി കൂട്ടുകാരോടുകൂടി കറങ്ങി നടക്കും, കടപ്പുറത്ത് കിടന്നുറങ്ങും. വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം എടുത്ത് TV 2 പ്രാവശ്യമായിട്ട് TV എടുത്ത് അടിച്ചുടച്ച് കളഞ്ഞെന്ന് പറയണേ. ഗ്ലാസ്സുകൾ, പാത്രങ്ങൾ,
ഇതെല്ലാം എടുത്ത് നശിപ്പിക്കുക. ഭയങ്കര ദേഷ്യമാണ്. അപ്പം അത് തന്നെയാണ് ഇവരുടെ ഒരു പ്രത്യേകത. അതായത് ഒരു നിയന്ത്രണമില്ലാത്തൊരു സ്വഭാവമാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ദേഷ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കണ്ടാലും ടി വി ഒക്കെ 2 പ്രാവശ്യം എടുത്ത് ഉടച്ചു കളഞ്ഞെന്നുള്ളത്, ഗ്ലാസ്സുകളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുക. അതുപോലെ അവരുടെ അപകടപരമായിട്ടുള്ള ബന്ധങ്ങൾ, അവൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് അവൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു മടിയില്ലാത്തൊരു കുട്ടിയാണ്. അപ്പം അവൻ ചെന്ന് പെട്ടിരിക്കുന്ന ബന്ധങ്ങളൊക്കെ അതുപോലെയുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ അവൻ്റെ ജീവചരിത്രം നമ്മൾ എഴുതും ഓരോ നമ്പറുകൾ ഇട്ട്. അപ്പോൾ അവൻ ചില നമ്പറുകളൊക്കെ പറയും, ഫാദർ ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കണ്ട കേട്ടാ, അത് വെറുതെ ഒരു ഹൈഫൺ ഇട്ടാൽ മതി. എന്നിട്ട് അവൻ പറയുന്നൊരു ഭാഷയുണ്ട്, ഇതൊക്കെ വല്ലവരും പറയൂ ഫാദർ. അങ്ങനെ അപകടപരമായിട്ടുള്ള അവസ്ഥയിലേക്കൊക്കെ ഇവർ ചെന്ന് എത്തുക. മറ്റൊരു ചെറുപ്പക്കാരൻ, 18 വയസ്സിനും 20 വയസ്സിനോട് ഇടയ്ക്കുള്ളൊരു ചെറുപ്പക്കാരൻ, അവൻ വന്നു. വലിയ കുഴപ്പങ്ങളോ ആദ്യ ദിവസം ഉണ്ടായിരുന്നില്ല. പക്ഷെ മാനസിക സംഘർഷം അവന് വലുതായിരുന്നു, മാനസിക സമ്മർദ്ദം. ഒരു ദിവസം അവൻ കയ്യിലെ ഞരമ്പ് മുറിച്ചു. അങ്ങനെ അപ്പം തന്നെ നമുക്ക് അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആവശ്യത്തിനുള്ള ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു. എന്നെ കാണാനായിട്ട് അവൻ വന്നു. എന്നെ കാണാനായിട്ട് വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ സ്വയം മുറിവേൽപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. സ്വയം മുറിവേൽപ്പിക്കുകയോ സ്വയം പൊള്ളലേൽപ്പിക്കുകയോ, അതായത് ആ മാനസിക സമ്മർദ്ദത്തിൻ്റെ അവസ്ഥയിൽ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അവർക്കറിയാൻ പറ്റില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ മനോഭാവം കുറച്ചു നേരത്തേക്ക് വലിയ വിഷമവും ദുഃഖവും പ്രയാസമൊക്കെ ആയിരിക്കും, കുറ്റബോധമൊക്കെ ഉണ്ടാവും. പക്ഷെ അധികം നേരം അത് നീണ്ടു നിൽക്കില്ല. വീണ്ടും ചെയ്ത അതേ തെറ്റുകളിലേക്ക് തന്നെ പോയി തീരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവൻ്റെ ജീവിതത്തെക്കുറിച്ചും വ്യക്തമായിട്ട് അവൻ പറയും. ഞാൻ പിന്നെ ഒരു വൈദികനായതുകൊണ്ട് അവരെല്ലാം തുറന്നു പറയും, അവർക്കൊരു ആശ്വാസമാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്, അവനും ചെയ്യാത്ത കാര്യങ്ങളില്ല, ഇടപെടാത്ത ബന്ധങ്ങളില്ല. അപ്പം അവൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, ഒരിക്കലും സ്വയം നിയന്ത്രിക്കാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. പിന്നെ മറ്റുള്ളവർ തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളൊരു ഭയം, നമ്മൾ അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റിയിലും ഇത് പറയാൻ പോകുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർ തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള ഭയമുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്യും, അവർ പറയുന്നതെല്ലാം ചെയ്യും. അപ്പോൾ സുഹൃത്തുക്കൾ ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. എന്നാൽ സുഹൃത്ത് ബന്ധത്തിന് സ്ഥിരതയില്ല. ഞങ്ങൾക്ക് ഒരു സുഹൃത്ത് സമൂഹമുണ്ട് ഞങ്ങളുടെ വൈദികരുടെ ഇടയിൽ. അപ്പോൾ ഒരു സുഹൃത്തിനെ കുറിച്ച് മറ്റൊരു സുഹൃത്ത് പറഞ്ഞ ഇപ്രകാരമാണ്, ആ പ്രസ്തുത സുഹൃത്തിന് നിത്യമായിട്ടുള്ള ശത്രുക്കളുമില്ല, നിത്യമായിട്ടുള്ള മിത്രങ്ങളുമില്ല. ബന്ധങ്ങളിൽ ഇവർ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ബന്ധങ്ങളുണ്ടാവും, അത് വളരെ ആഴമാണെന്നൊക്കെ നമുക്ക് തോന്നും, അത് ചിലപ്പോൾ പിറ്റേ ദിവസം അത് ഉണ്ടാവുകയില്ല. അത്രയേ ഉള്ളൂ. ബന്ധങ്ങളിൽ ഇവർക്ക് സ്ഥിരതയില്ല. ഒന്നാമതായിട്ട് വികാരങ്ങളിൽ സ്ഥിരതയില്ലാത്തത് കൊണ്ട് എപ്പോഴാണ് ദേഷ്യപ്പെടുന്നത്, എപ്പോഴാണ് കടിച്ചു കീറുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ആ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുക എന്നുള്ളത് വളരെ ചുരുക്കമാണ്. എങ്കിലും ദേഷ്യമൊക്കെ കടിച്ചമർത്താൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ ആ ഒരു അവസ്ഥയിലേക്കും ഇവർ കടന്നു പോയേക്കാം. അപ്പം അതുകൊണ്ടാണ് ഈ സ്വഭാവക്കാരെ നമ്മൾക്ക് ഒത്തിരി പ്രശ്നക്കാരൊക്കെ ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അത് അവരുടെ ഒരു സ്വഭാവ രീതി തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ ഭവനങ്ങളിലോ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിലോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഇങ്ങനെ വ്യക്തിത്വങ്ങളും നമുക്കുണ്ടാകും. ഒന്നിലും ഉറച്ചു നിൽക്കില്ല. അതാണ് അവരുടെ പ്രത്യേകത. ഇന്ന് അവർക്ക് കുറേ കൂട്ടുകാരുണ്ടാവും, നാളെ ആ കൂട്ടുകാർ അവരുടേതായിരിക്കില്ല, മറ്റു കൂട്ടുകെട്ടുകളായിരിക്കാം. അതുപോലെ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്ന അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ. ടി വി അല്ലെങ്കിൽ അടുത്തുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞുടയ്ക്കുക, സ്വയം മുറിവേൽപ്പിക്കുക, സ്വയം പൊള്ളലേൽപ്പിക്കുക. ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ അവരുടെ മാനസിക സമ്മർദ്ദത്തിന് ഒരു അല്പം കുറവുണ്ടാവും. കുറേ നാൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചൊക്കെ വിഷമിച്ചിരിക്കും, പിന്നെയും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ അല്ലെങ്കിൽ വൈകാരിക ഇല്ലാത്തവരുടെ ഒരു പ്രത്യേകത. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. 1952 കാലഘട്ടങ്ങളിൽ മുതൽ അല്ലെങ്കിൽ 1832 1920 കാലഘട്ടങ്ങളിൽ
വിൽഹം ജർമ്മനിയിൽ തുടങ്ങിയ സൈക്കോളജിയുടെ പ്രാരംഭഘട്ടം മുതൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു അവലോകനം എന്തുകൊണ്ടാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ വന്നിരിക്കുന്നതെന്ന് ഒരു കൃത്യമായിട്ടുള്ള കാരണങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ വ്യക്തിത്വ വൈകല്യങ്ങൾക്ക് പൊതുവായിട്ട് പറയുന്ന ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനിതകപരമായിട്ടുള്ള കാരണങ്ങളാണ്. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് ഇതുപോലുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ടാകാം. സ്കിറ്റ്സോഫ്രേനിയ പോലുള്ള മാനസിക അസ്വസ്ഥതകൾ കുടുംബങ്ങളിൽ, സ്വന്തം കുടുംബങ്ങളിൽ വേണ്ട, ഒരു 4 തലമുറയ്ക്കിടയ്ക്കുള്ള കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കാം. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, കുട്ടികളായിരിക്കുമ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച കഠോരമായ പീഡനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരിൽ നിന്ന്, അല്ലെങ്കിൽ സമൂഹത്തിലെ മുതിർന്നവരിൽ നിന്ന് ലഭിച്ച അബ്യൂസസുകളായിരിക്കാം, അല്ലെങ്കിൽ വേദനാജനകമായിട്ടുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. പിന്നെയും പറയുന്ന പ്രകാരമാണ് തലച്ചോറിലെ കെമിക്കലുകളുടെ പ്രവർത്തനങ്ങളിലുള്ള അസന്തുലിതാവസ്ഥ കൊണ്ടും ഇത് സംഭവിക്കാമെന്നാണ്. നമുക്കറിയാം, ഒരു വ്യക്തി ശരിയായിട്ട് പ്രവർത്തിക്കുന്നു, ശരിയായിട്ടായിരിക്കുന്നു, നോർമലാണെന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം തലച്ചോറിനൊരു ക്ഷതമേറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അപകടത്തിലൂടെ തലച്ചോറിൻ്റെ കെമിക്കലുകളുടെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും അസന്തുലിതാവസ്ഥ വന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം അതുകൊണ്ട് ഇന്നൊരു കാരണം കൊണ്ടാണ് പ്രസ്തുത വ്യക്തി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള അസ്ഥിരത കാണിക്കുന്നതെന്ന് നമുക്ക് ഇന്നൊരു കാരണം എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ DSM ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്ന മാനദണ്ഡവും, അതുപോലെ ലോക ആരോഗ്യ സംഘടനയുടെ ICD ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്ന 2 മാനദണ്ഡവുമാണ് നമ്മൾക്ക് രോഗനിർണയത്തിനായിട്ട് ലോകത്ത് ഇന്ന് ഉള്ള 2 കാര്യങ്ങൾ. ഇതിൻ്റെ ഭാഗമായിട്ടാണ്, ഇതിൻ്റെ ഫലത്തിലാണ് നമ്മൾ ഓരോരുത്തരുടെയും രോഗനിർണയം നടത്തുക. അപ്പം ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്, സൈക്കോളജിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മെക്കുറിച്ച് മനസ്സിലാക്കാനാണ്. ഒരിക്കലും നമ്മൾ ഇതുപോലുള്ള അവസ്ഥകളുള്ള ഏതെങ്കിലും വ്യക്തിയെ കണ്ടാൽ, അയ്യോ ഇത് ഔസേപ്പാണല്ലോ, ജോസഫാണല്ലോ, മേരിയാണല്ലോ, ത്രേസ്യാമയും ഇങ്ങനെയാണല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ഒരവകാശവുമില്ല എന്നാണ് സൈക്കോളജി പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് പറയുകയാണ്, എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ആ വ്യക്തി സ്വയം പറയുകയും ആ വ്യക്തി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോകുവാനായിട്ട് തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് ഞാൻ എപ്പോഴും പറയില്ലേ, രോഗിക്ക് രോഗത്തെക്കുറിച്ചൊരു ബോധ്യം വന്നാൽ 50% സൗഖ്യമായെന്ന്. അപ്പം അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ തങ്ങളുടെ ടെസ്റ്റുകളിലൂടെ DSM-5 അതുപോലെ ICDയും ഉപയോഗിച്ച് നടത്തുന്ന ടെസ്റ്റുകളിലൂടെ കണ്ടെത്തി വരുന്നൊരു നിഗമനത്തിലൂടെയാണ് പ്രസ്തുത വ്യക്തിക്ക് അങ്ങനെ രോഗമുണ്ടോ, രോഗമുണ്ടെങ്കിൽ അത് ലഘുവാണോ കഠിനമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നതും, ചികിത്സ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വെറുതെ തെറാപ്പി നടത്തിയാൽ മതിയോ, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയാൽ മതിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സൈക്കോളജിസ്റ്റും അതുപോലെ സൈക്കാട്രിസ്റ്റുമാണ്. അപ്പം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഇതുപോലുള്ള വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടിയേക്കാം. വികാരങ്ങൾക്കൊരു നിയന്ത്രണമില്ലാത്തവർ, അതല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ അസ്ഥിരതയുള്ളവർ, അല്ലെങ്കിൽ എപ്പോഴും അപകടകരമായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്നു ചാടുന്നവർ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും പെട്ടെന്ന് ഒന്നും ചിന്തിക്കാതെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തു ചാടുന്നവർ, മാനസിക സമ്മർദ്ദം മൂലം ഇങ്ങനെ സാധനങ്ങൾ വലിച്ചുടയ്ക്കുക, അതുപോലെ ദേഷ്യപ്പെടുക, സ്വയം മുറിവേൽപ്പിക്കുക, സ്വയം പൊള്ളിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചില സന്ദർഭത്തിൽ ഉപദ്രവിച്ചു പോവുക, എപ്പോഴും മാനസിക സമ്മർദ്ദം മൂലം ആയിരിക്കുക, കുറ്റബോധമുണ്ടെങ്കിലും അതേ തെറ്റുകൾ തന്നെ ആവർത്തിച്ച് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഒരുപാട് വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ കണ്ടേക്കാം, ഇനി കണ്ടേക്കാം, ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ എപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കാരണം എന്തായിരിക്കാം എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം.
അല്ലാതെ നമ്മൾ അത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള അസ്ഥിരതയുള്ളവരാണെന്ന് നമ്മളൊരു കൺക്ലൂഷൻ എടുത്തുകൊണ്ട് ആ വ്യക്തിയെ ആ വിധത്തിൽ കാണുവാനായിട്ട് ഒരിക്കലും നമ്മുടെ ഈ പഠനങ്ങൾ, നമ്മളുടെ മനസ്സിലാക്കലുകൾ ഇടവരുത്താതിരിക്കട്ടെ. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ സുഹൃത്തുക്കളിലോ നമ്മളുടെ ബന്ധുക്കളിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ കേട്ടുകേൾവിയുള്ളവരിലോ ഇങ്ങനെയൊക്കെ അവസ്ഥകളൊക്കെ ഉണ്ടെന്ന് കേട്ടാൽ അത് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ പ്രസ്തുത വ്യക്തി ബോധ്യങ്ങളോടെ വന്ന് എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവരെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ടുപോയിട്ട് അവർക്ക് രോഗനിർണയം നടത്താനായിട്ട് അവരെ നമുക്ക് സഹായിക്കാം. ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, നല്ല മനസ്സിലാക്കലുകൾ ഉണ്ടാകുവാനായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവീസിൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സ്പിരിച്വൽ സെൻറ്ററിനെ നമുക്ക് വളർത്തി വലിയൊരു സംരംഭമാക്കിയെടുക്കണം. അതിൻ്റെ നിങ്ങളുടെ സഹകരണം ഇതുവരെ തന്നതിന് എല്ലാത്തിനും നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.